ഇന്ന് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ അച്ഛനമ്മമാരുടെ മക്കളോടുള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇന്നത്തെ ലോകത്തിൽ എല്ലാ മാതാപിതാക്കളും ഒരു വലിയ ചോദ്യം സ്വയം ചോദിക്കാം, അല്ലേ? ഞാൻ എൻ്റെ മക്കൾക്ക് ശരിക്കും എന്താണ് കൊടുക്കുന്നത്? നല്ല സ്കൂള്, നല്ല ഡ്രസ്സ്, നല്ല ഭക്ഷണം, നല്ല സൗകര്യങ്ങൾ, നല്ല ട്യൂഷൻ എല്ലാം പ്രധാനമാണ്. പക്ഷേ ഇതെല്ലാം കിട്ടിയിട്ടും പല കുട്ടികളും ഇന്ന് ആങ്സൈറ്റിയിലും ഫിയറിലും ലോൺലിനെസ്സിലും ജീവിക്കുന്നു. എന്തുകൊണ്ട്? കാരണം കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് സുരക്ഷിതത്വമാണ്. ഞാൻ വിലപ്പെട്ടവനാണ് എന്ന ഫീലിംഗ് ആണ്. ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ വളരുന്നത് വാക്കുകൾ കൊണ്ടല്ല, അവൻ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ കൊണ്ടാണ്. വീട്ടിൽ സ്ഥിരം സ്ട്രെസ് ഉണ്ടെങ്കിൽ, കുട്ടിയുടെ അമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ, കുട്ടിയുടെ കാര്യമോർത്ത് അച്ഛനും അമ്മയും സ്ട്രെസ്സിലാണ് എങ്കിൽ കുട്ടിയുടെ നെർവസ് സിസ്റ്റം പോലും അലേർട്ട് മോഡിലായിരിക്കും. പക്ഷേ വീട്ടിൽ കാംനെസ്, സമാധാനം ഉണ്ടെങ്കിൽ അവൻ്റെ ക്രിയേറ്റിവിറ്റി, കോൺഫിഡൻസ്, ലേണിംഗ് പവർ എല്ലാം നാച്ചുറലായിട്ട് വളരും, സ്വാഭാവികമായിട്ട് വളരുമെന്ന് സാരം. അതിനാൽ പേരൻസിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി കുട്ടിയെ കമ്പയർ ചെയ്യുന്നതല്ല, കുട്ടി പഠിക്കുന്നില്ല എന്നോർത്ത് വേദനിക്കുന്നതല്ല, നിങ്ങൾ അസ്വസ്ഥമാകുന്നതല്ലേയല്ല, കുട്ടിയെ മനസ്സിലാക്കുകയാണ്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ചില കുട്ടികൾ ഫാസ്റ്റ് ലേണേഴ്സ് ആയിരിക്കും, ചില കുട്ടികൾ സൈലൻ്റ് ഒബ്സർവേഴ്സ് ആയിരിക്കും, ചിലർക്ക് ആർട്ടിലായിരിക്കും താല്പര്യം, ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് പാട്ടുപാടാനായിരിക്കും, ചിലർ സ്വാഭാവികമായും സംസാരിച്ചു കൊണ്ടിരിക്കും, ചിലർ ഹാപ്പി മൂഡിലായിരിക്കും, ചിലർ എപ്പോഴും മുഖം വീർപ്പിച്ചായിരിക്കും, ചിലർ നേച്ചർ കണക്ഷൻ ഉള്ളവരായിരിക്കും. പക്ഷേ ഇന്നത്തെ സൊസൈറ്റിയിൽ എല്ലാ കുട്ടികളെയും ഒരേ മൗൾഡിലേക്ക് പുഷ് ചെയ്യുകയാണ്. മാർക്ക്, റാങ്ക്, പെർഫോമൻസ്, A+, ഇങ്ങനെ പോകുന്നു. ഇതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ കുട്ടി തൻ്റെ ഒറിജിനൽ സ്വഭാവം അല്ലെങ്കിൽ കുട്ടിയുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങൾ, കഴിവുകൾ ഇതെല്ലാം മെല്ലെ മെല്ലെ നഷ്ടപ്പെടുത്തും. ഒരു കുഞ്ഞ് ആദ്യം പഠിക്കുകയാണ് ഹൗ ടു ലിവ് പീസ്ഫുള്ളി എന്ന്. ഇവിടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുകയാണ്. ഇതെല്ലാം പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്ന്. എങ്ങനെ പ്രകൃതിയെ ഒബ്സർവ് ചെയ്യാം, എങ്ങനെ രാവിലെ എഴുന്നേൽക്കണം, എഴുന്നേൽക്കുമ്പോൾ ഏത് ചിന്തയായിരിക്കണം, അമ്മയുടെ ചിന്ത രാത്രിയിൽ ഡിസ്റ്റർബ്ഡ് ആണ് എങ്കിൽ കുട്ടിയും അത് കണ്ടാ പഠിക്കുന്നത്. ബോഡി സിഗ്നൽസ് നമുക്ക് തരുന്നുണ്ട്, നമ്മളുടെ ശരീരം നമുക്ക് സിഗ്നൽസ് തരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ പോവുകയാണ് പലരും. എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ആരും എങ്ങും പഠിച്ചിട്ടില്ല. എങ്ങനെ ഒരു ഗോളിലേക്ക്, ഒരേ ഒരു ഗോളിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കണമെന്ന് നമ്മൾ ആരും ഇന്ന് വരെ പഠിച്ചിട്ടില്ല. പക്ഷേ ഇനി നമുക്ക് നമ്മുടെ മക്കളെ അങ്ങനെ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. ഓരോ ദിവസവും ഒരു ചെറിയ കാര്യത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരാൻ നമ്മൾ പരിശീലിപ്പിച്ചില്ലെങ്കിൽ ഇനിയും കുഞ്ഞുങ്ങൾ വിഷമിക്കും. അധ്യയന വർഷത്തിൽ മാത്രമല്ല, അതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിലും. കുഞ്ഞുങ്ങൾക്ക് റിയൽ ലൈഫ് സ്കിൽസ് ഉണ്ടായിരിക്കണം, ജീവിത നൈപുണികൾ. പേരൻസ് കുട്ടികൾക്ക് പെർഫെക്റ്റ് ലൈഫ് കൊടുക്കാൻ വന്നവരല്ല. ഇവിടെ എല്ലാത്തിനും പെർഫെക്ഷൻ വേണ്ട. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത് പരിഹരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി മാറുന്നത്. കോൺഷ്യസ് എൻവയോൺമെൻറ്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കും, നമുക്ക് അച്ഛനമ്മമാർക്കും ടീച്ചേഴ്സിനും ഒക്കെ. ഒരു കുഞ്ഞിനെ കേൾക്കുമ്പോൾ ആ കുഞ്ഞ് നമ്മൾ കേൾക്കാനുണ്ടെന്നോർത്ത് കുട്ടിയുടെ പൂർണ്ണ ശ്രദ്ധയോടെ നമ്മളോട് സംസാരിക്കും. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കൂ. കുട്ടി സംസാരിക്കുമ്പോൾ മൊബൈലൊന്ന് മാറ്റി വെച്ചിട്ട് സംസാരിച്ച് നോക്കിക്കേ. കാരണം കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് ആണ് ആരെങ്കിലുമൊക്കെ എന്നെ ശ്രദ്ധിക്കാനുണ്ട്, എന്നെ കേൾക്കാനുണ്ട് എന്നുള്ളത്. കുട്ടികളെ സ്ഥിരമായി കൺട്രോൾ ചെയ്യുന്നതിന് പകരം മെല്ലെ മെല്ലെ അവരെ സെൽഫ് അവെയർ ആക്കൂ. അവരാരാണ്, അവരുടെ ശരീരം എന്താണ്, അവരുടെ മനസ്സെന്താണ്, അവർ ജീവിക്കുന്ന സാഹചര്യം എന്താണ്. പേടിച്ച് ചിലപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുമ്പോഴും, നമ്മൾ കുട്ടിക്ക് ഡിസിപ്ലിൻ വരുത്താനായിട്ട് ശ്രമിക്കുമ്പോഴും
കുട്ടി ചിലപ്പോൾ പുറത്ത് ഒബീഡിയൻ്റ് ആയിട്ട് അഭിനയിച്ചേക്കാം, പക്ഷേ ഉള്ളിൽ കോൺഫിഡൻസ് കുറയാം. എന്നാൽ അവെയർനെസ് ഉപയോഗിച്ച് മെല്ലെ മെല്ലെ കുട്ടി പോലും അറിയാതെ ഗൈഡ് ചെയ്താൽ ഫ്യൂച്ചറിൽ, ഭാവിയിൽ ആ കുട്ടിക്ക് സ്വന്തം തീരുമാനങ്ങൾ ബുദ്ധിപൂർവ്വം എടുക്കുവാനുള്ള യോഗ്യതയുണ്ടാവും. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇനിയും വലുതാണ്. റീൽസ്, സ്ക്രീൻസ്, ഫാസ്റ്റ് ഡോപ്പമിൻ കണ്ടൻറ്റുകൾ ഇവയൊക്കെ കുട്ടികളുടെ അറ്റൻഷൻ സിസ്റ്റത്തെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കുട്ടികൾക്ക് അല്പസമയം ശാന്തമായി ഇരിക്കുവാനും പ്രകൃതിയോട് ഇടപഴകാനും കൂട്ടുകാരുമായും അച്ഛനമ്മമാരുമായും ബന്ധുക്കളുമായും സംസാരിക്കുവാനും വായിക്കാനും വായിച്ചതിൽ നിന്ന് ഗ്രഹിച്ചതെന്തെന്ന് സ്വയം അപഗ്രഥിക്കുവാനും അവരുടെ ക്രിയേറ്റിവിറ്റി ഉണർത്താനും ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും നൽകേണ്ടതാണ്. ഓർമ്മിക്കുക, കുട്ടികൾ പേരൻസ് പറയുന്നത് മാത്രം ഫോളോ ചെയ്യില്ല ഒരിക്കലും. അങ്ങനെയാണ്. നമ്മളുടെ ബാല്യം നമ്മളെടുത്ത് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. നമ്മൾ പറയും അച്ഛനും അമ്മയും പറയുന്നതൊക്കെ അനുസരിക്കുന്നു എന്ന് പറയും. എങ്കിലും എവിടെയോ ഒക്കെ ഒരപാകത നമ്മുടെ കാലത്തും നമ്മൾ അറിഞ്ഞിരുന്നു. ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുമല്ലേ. പേരൻസ് എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് കുട്ടി ഒബ്സർവ് ചെയ്യുന്നത്. പേരൻസ് ശാന്തമാണെങ്കിൽ, കാമാണെങ്കിൽ കുട്ടിയും കാംനെസ് പഠിക്കും. പേരൻ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ കുട്ടിയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. കുട്ടി അപ്രീസിയേഷൻ പഠിക്കുന്നത് കുട്ടിയെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. പേരൻസ് സെൽഫ് അവെയർനെസ് ഉള്ളവരാണെങ്കിൽ കുട്ടിക്ക് കോൺഷ്യസ്നെസ് ഉയർത്താൻ പറ്റും. ബോധപൂർവമുള്ള പേരൻറ്റിങ്, ബോധപൂർവം കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന കുട്ടികളെ സൃഷ്ടിക്കുന്നു. അവസാനമായി ഒരു വാക്ക്, ഈ ഒരു കുഞ്ഞിന്, എൻ്റെ ഒരു കുഞ്ഞിന്, ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ, 1, 2, 3 കുഞ്ഞുങ്ങൾ കാണും ഒരു വീട്ടിൽ. ഓരോ കുഞ്ഞുങ്ങളെയും മനസ്സിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് പണമല്ല, പ്രഷറല്ല, പെർഫെക്റ്റ് ആകണമെന്ന ചിന്തയല്ല. നീ എന്ത് സംഭവിച്ചാലും, നീ എങ്ങനെയാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിക്കാൻ നീ യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ് എന്ന ഫീലിംഗ് കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും. അവർ പ്രായപൂർത്തിയാകുന്നിടം വരെയെങ്കിലും നമുക്കത് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കിക്കൊണ്ട് അവർ ജീവിച്ചോട്ടെ. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു വിഷയത്തിൽ കാണാം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.